ഹലോ ഗൈസ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ ഗിരീഷും നമ്മുടെ മുരളിയും കൂടി ആ ഒരു വീട്ടില് നമ്മുടെ നന്ദനെ തടവിലാക്കിയിരിക്കുന്ന വീട്ടിൽ ഇവർ എത്തിപ്പെടുന്നുണ്ടല്ലേ. എങ്ങനെയും ഉള്ളിലാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദനെ ഇവര് കാണുന്നുണ്ട്. ശേഷം നമ്മുടെ ദേവിക ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്താണ് അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ആ ഗുണ്ടകളുടെ അറ്റാക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ദേവികയ്ക്ക് പിന്നീടൊന്നും അറിയാൻ സാധിച്ചില്ല കേട്ടോ. ആകെ നന്ദനെ കണ്ടു കിട്ടി എന്ന് മാത്രം നമ്മുടെ ദേവിക അറിഞ്ഞിട്ടുള്ളൂ. പിന്നീട് ആരെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അവിടെ ഗുണ്ടകൾ പൊരിഞ്ഞ് അടിയോടടിയാണ്. അപ്പൊ ഒരു വശത്ത് അതിനെ കെട്ടഴിച്ചു കൊടുക്കുന്ന അപ്പുറത്ത് അടിയോടടി. അങ്ങനെ ഒടുവില് ആ ഒരു സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്ക് ശേഷം നമ്മുടെ നന്ദനെ നമ്മുടെ മുരളിയും ഗിരീഷും കൂടി രക്ഷിച്ചെടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇടിരംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവും നമ്മുടെ ഗിരീഷിന് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നുള്ളത് കേട്ടോ. പക്ഷെ ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ശേഷം ഇവര് നമ്മുടെ എന്താ പറയാ ദേവികനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രഭാവതി വേഗം തന്നെ മേരി തോമസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ മേരി തോമസിനെ ഒന്ന് വിളിക്കണം, അവരുടെ സഹായം കൂടാതെ എന്റെ മകനെ കണ്ടെത്തി എന്ന് അവരോട് പറയണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, വേണ്ടമ്മേ, നമുക്ക് ആരോടും ഒന്നും വേണ്ട, നന്ദുവിനെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദനും നമ്മുടെ മുരളിയും നമ്മുടെ ഗിരീഷും കൂടെ നമ്മുടെ മുരളിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഭാർഗവി ഉണ്ടാവില്ല, നമ്മുടെ ഗൗരി ആയിരിക്കും ഉണ്ടാവുന്നത്. ഭാർഗവി നമ്മുടെ ഗൗരിയുടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയേക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട് നന്ദനെ കാണുമ്പോൾ, ഈശ്വര, എന്തൊരു ഇടിയാ ഇടിച്ചിരിക്കുന്ന, ഒരു മനുഷ്യനെയാണോ ഇങ്ങനെ ഇടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നന്ദന്റെ അവസ്ഥ അത്രയ്ക്കും മോശമായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോകാമെന്ന് നന്ദനോട് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, വേണ്ട, ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ശരിയാണ്, ഇനി നന്ദനെ പുറത്തിറക്കിയാല് ഇനിയും അവര് പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ടല്ലേ. ഇനി ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേ മതിയാവൂ. ത്യാഗരാജൻ ഇനി പക ഇരട്ടിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ ഗൗരി അവർക്ക് വയറു നിറയെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഗിരീഷേട്ടനെ അപ്പൊ കഴിക്കാൻ മടിയായിരിക്കും. പിന്നീട് നമ്മുടെ മുരളി പറയുന്നുണ്ട്, ഇത് രജനി ചേച്ചിയുടെ സ്വന്തം വീട് പോലെ തന്നെയാ, ഗിരീഷേട്ടൻ ധൈര്യമായിട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ഗുണ്ടകളിട്ട് വരട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്, നീയൊക്കെ എന്ത് ഗുണ്ടകളാണ്, നീയൊക്കെ എന്തിനു നടക്കുവാറുന്നടാന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. രണ്ട് സാധാരണക്കാർ വന്നല്ലേ അവനെ രക്ഷപ്പെടുത്തിയത്, അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് എത്രയും വേഗം വേണം, എനിക്ക് വേഗം അവരെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ത്യാഗരാജൻ അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഗിരീഷ് ശ്രദ്ധിക്കണം, നമ്മുടെ മുരളി ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ തന്നെ നമ്മുടെ നന്ദനും ദേവികയും നമ്മുടെ പ്രഭാവതിയും രജനിയും എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും പത്തിരട്ടെ സൂക്ഷിക്കേണ്ട നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അല്ലെ. എങ്ങനെ നമ്മുടെ ത്യാഗരാജന്റെ ഈ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടാം എന്ന്, പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥനെങ്കിലും എങ്ങനെ ജയിലിൽ നിന്നും ഇറക്കാം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇനി വേണ്ടത് അല്ലെ കൂട്ടുകാരെ. അതിന് ഏറ്റവും ഒടുവിൽ കേട്ടോ നമ്മുടെ ഗിരീഷും നമ്മുടെ നന്ദനും കൂടെ നമ്മുടെ ദേവികയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രോത്ത് തറവാട്ടിൽ വരുന്ന ഒരു രംഗം കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ഗിരീഷ് ഇങ്ങനെ വന്ന് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ദേവിക വന്ന് വാല് തുറക്കുന്നുണ്ട്. ശേഷം ആദ്യം തന്നെ നമ്മുടെ ഗിരീഷേട്ടനായിരിക്കും. പിന്നെ ഗിരീഷേട്ടൻ നൈസായിട്ട് ഇങ്ങനെ മാറിക്കൊടുക്കുമ്പോൾ നമ്മുടെ നന്ദനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നന്ദനെ കണ്ടപാടെ തന്നെ നമ്മുടെ ദേവിക ഒന്നും സംസാരിക്കാൻ പറ്റാതെ കരയുകയാണ് കേട്ടോ. നന്ദനും അതുപോലെ തന്നെ ആ ഒരു തിരിച്ച് ജീവൻ കിട്ടുമോന്നോ, തിരിച്ച് ദേവികനെ ഇനി ഒരു നോക്ക് കാണാൻ പറ്റുമെന്നോ ഒന്നും നമ്മുടെ നന്ദൻ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതേപോലത്തെ ഒരു അവസ്ഥകളായിരുന്നു കുറച്ചൊരു നാള് അല്ലെ. അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്നും ദേവികനെ തിരികെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തോടു കൂടി ഇങ്ങനെ കണ്ണും കണ്ടും നോക്കി നമ്മുടെ ദേവി നമ്മുടെ നന്ദനും കണ്ണും കണ്ടും നോക്കി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനിയാണ് കളി മുറുകാൻ പോകുന്നത് അല്ലെ. നമ്മുടെ ത്യാഗരാജന്റെ പക ഇരട്ടിക്കും. ഇനി അടുത്തത് നമ്മുടെ നന്ദനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ദേവികയെ പിടികൂടാൻ നോക്കും. അപ്പൊ ഇനി എന്തൊക്കെ കളികളായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.